മാജിക് മഷ്റൂംസിലേക്ക് സ്വാഗതം. കാലഘട്ടത്തിന് അനുസൃതമായിട്ട് എല്ലാ മനുഷ്യരുടെയും കൺസെപ്റ്റുകൾ, കാഴ്ചപ്പാടുകൾ മാറി വരുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷെ സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അടക്കമുള്ള ഭാഷകളിൽ മാതകത്വത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഈ നടി എല്ലാവിധ കാഴ്ചപ്പാടുകൾക്കും അതീതയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം സിനിമയിൽ വന്ന കാലം മുതൽ അവരുടെ മരണം വരെയും ഒരിക്കലും സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്തത്ര ഫെയിം നേടിയ ഒരു അഭിനേത്രിയായിരുന്നു ശ്രീ സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെട്ട ആന്ധ്രാക്കാരിയായ വിജയലക്ഷ്മി. 1960 ജനിച്ച അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഏകദേശം 65 വയസ്സ് ആയിരുന്നു. അപ്പോ ആന്ധ്രയിൽ ഏലൂരാണ് വിജയലക്ഷ്മിയുടെ ജനനം. സ്വാഭാവികമായിട്ടും എല്ലാ മാദക നടികൾക്കും എടുത്ത് പറയാൻ പറ്റുന്നത് പോലെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ദുഃഖവും ശനിവാദം പോലെയുള്ള പ്രശ്നങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വളരെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ കുടുംബ സാഹചര്യങ്ങൾ കാരണം സ്കൂൾ പഠനം ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാർ അവരുടെ വിവാഹവും കഴിപ്പിച്ചു. വിവാഹ ജീവിതം പരാജയമായിരുന്നു. അപർണ എന്ന നടിയുടെ ടച്ചപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് സ്മിത തുടക്കം കുറിച്ചത്. താമസിയാതെ ചെറിയ കഥാപാത്രങ്ങളിലൂടെ സ്മിത അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു. മലയാള സിനിമാ സംവിധായകൻ ആന്റണി ഈസ്റ്റ്മാൻ തന്റെ ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെയാണ് സ്മിതയ്ക്ക് ആദ്യമായി നായികയുടെ വേഷം നൽകിയത്. പക്ഷേ ദുർദൈവവശാൽ ഈ ചിത്രം വളരെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ആന്റണി ഈസ്റ്റ്മാനാണ് സ്മിത എന്ന നാമകരണം അവർക്ക് നൽകിയത്. അതിനു മുൻപ് തന്നെ വണ്ടിച്ചക്രം എന്ന സിനിമ 79 റിലീസായതിൽ വളരെയേറെ ശ്രദ്ധേയായിരുന്നു. അപ്പോൾ അതിൽ സിൽക്ക് എന്ന കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിൽക്ക് എന്നുള്ള നാമകരണം അവർക്കുണ്ടായിരുന്നു. ആന്റണി ഈസ്റ്റ്മാൻ സ്മിത നൽകിയതോടുകൂടി സിൽക്ക് സ്മിത എന്നുള്ള പേരിലാണ്. 70 80 മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും കൂടാതെ ഹിന്ദിയിലും ഒക്കെ വളരെയേറെ പ്രസിദ്ധയായ ഒരു നടി തന്നെയായിരുന്നു ഇവര്. അതായത് ജനപ്രിയ ലൈംഗിക സിനിമ എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ അവർക്ക് സൃഷ്ടിക്കുവാൻ പറ്റി. അക്കാലത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട പല സിനിമകളും പെട്ടിക്കകത്ത് മരണമണി മുടങ്ങി കാത്തിരിക്കുമ്പോൾ അതിന്റെ നിർമ്മാതാക്കള് ഒരു പാട്ട് രംഗം സിൽക്കിന്റെ വകയായിട്ട്, സ്മിതയുടെ വകയായിട്ട് ഒരു പാട്ട് രംഗമെങ്കിലും കിട്ടിയാൽ ആ പടം റിലീസ് ചെയ്ത് വിജയിപ്പിക്കാനും ലാഭം കൊയ്യാനും പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അന്ന് ലോക റെക്കോർഡിന് വരെ ഉടമയായിട്ടുണ്ട് സിൽക്ക്. മമ്മൂട്ടിയും മോഹൻലാലും രജനികാന്തും കമൽഹാസനും അടക്കം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലെ ഒട്ടുമിക്ക സുപ്രധാന നായകന്മാരുടെയും കൂടെ അഭിനയിച്ചിട്ടുള്ള അവർ തന്റെ കരിയറിൽ 450-ലേറെ സിനിമകളാണ് ചെയ്തത്. അതിൽ തന്നെ 1983 ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടി എന്നുള്ള ലോക റെക്കോർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, അക്കാലത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് 40,000 രൂപ മുതൽ പ്രതിഫലം വാങ്ങിയിരുന്നു സിൽക്ക് സ്മിത. അക്കാലത്ത് അതിന്റെ പകുതിയുടെ പകുതി പോലും നായക നടന്മാർക്ക് പോലും ഇല്ലാതിരുന്ന സമയമാണ്. മണി വാല്യൂ വെച്ച് നോക്കിയാൽ വളരെ വലിയൊരു തുകയാണ്. അതിന് കാരണം ഞാനീ പറഞ്ഞതാണ്, അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ചിത്രങ്ങൾ വൻ വിജയമായിട്ട് മാറുമായിരുന്നു. ഇപ്പൊ മലയാളത്തിൽ തന്നെ നമ്മള് അവരഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കിയപ്പോ നാടോടിയിലെ പാട്ടുരംഗം, സ്ഫടികത്തിലെ പാട്ടുരംഗം, അഥർവത്തിലെ മമ്മൂട്ടിയോടൊത്തുള്ള പാട്ടുരംഗം, ഇങ്ങനെ എല്ലാം സാക്ഷാൽ ശ്രീമാൻ ചാതുർണി വരെയുള്ള സിനിമകളിൽ അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ആ മാദകത്വം, ആ കണ്ണുകളിലെ ആ ഒരു പ്രത്യേകത, ചുണ്ടുകളുടെ പ്രത്യേകത ഒക്കെയും മറ്റുള്ളവർക്ക് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു യുണീക് സ്റ്റൈലായിരുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തില് ഉടനീളം സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു അവര്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഉണ്ടാകുന്ന എല്ലാതരം ചൂഷണങ്ങൾക്കും ഇരയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം പോലെ ദുരൂഹത നിറഞ്ഞത് തന്നെയായിരുന്നു അവരുടെ മരണവും. 1996 സെപ്റ്റംബർ 22 രാത്രി തന്റെ സിനിമ ഷൂട്ടിങ്ങിന് ശേഷം സ്മിത തന്റെ അടുത്ത സുഹൃത്തായ അനുരാധയെ വിളിച്ച് അസ്വസ്ഥമായ
കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. അന്ന് പിറ്റേന്ന് രാവിലെ സ്മിതയെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. സ്മിത മരിച്ച ഏതാനും മാസങ്ങൾക്ക് ശേഷം അമിതമായി മദ്യം അവരുടെ ശരീരത്തിൽ കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അത് ഒരു ആത്മഹത്യയായിട്ട് തന്നെ പരിണമിക്കുകയായിരുന്നു. സ്വാഭാവിക പരിണാമമായിരുന്നു. പക്ഷേ ഇന്നും അതൊരു ദുരൂഹതയായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. സ്മിതയെ അറിയാവുന്നവർക്കൊക്കെ അതൊരു ദുരൂഹതയായിട്ട് തുടരുന്നുമുണ്ട്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്ന പലരും അവര് തുറന്നു പറയാനുണ്ട്, അവരുടെ സമ്പത്തിനു വേണ്ടി മാത്രമായിരുന്നു അവരോടൊത്ത് കഴിഞ്ഞിരുന്നതെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഒരുപാട് നടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരുടെയും പേര് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ശ്രീ സിൽക്കിനും ഉണ്ടായത്. എന്തായാലും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.